Hi friends, എല്ലാവർക്കും A to Z Tricks-ന്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഒരുപാട് ദിവസമായി A to Z Tricks-ലെ ക്ലാസ്സുകളൊന്നും അപ്ലോഡ് ചെയ്യാറുള്ള കാരണം എനിക്ക് ഫിസിക്കലായിട്ട് ചെറിയൊരു പനി ബാധിച്ചു, അതിൻ്റെ ക്ഷീണത്തിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഇനി മുതൽ നമുക്ക് ക്ലാസ്സുകൾ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ തന്ന സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യുന്നത് കൂടി ആ ബെല്ലൈക്കണും എനേബിൾ ചെയ്യുമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ വാട്സപ്പിൽ കുറച്ച് ദിവസങ്ങളായിട്ട് ആക്റ്റീവ് ആയിരുന്നില്ല. അപ്പോൾ വാട്സപ്പിൽ ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ, വാട്സപ്പ് ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ 8594070249 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. നിങ്ങളുടെ പേരും സ്ഥലവും മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ ആ ലിസ്റ്റിൽ ആഡ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്ന 2 ക്വസ്റ്റ്യൻസാണ്, വളരെ പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ഈ ഒരു 2 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമ്മൾ അൺഅക്കാദമി ആപ്ലിക്കേഷനിലൂടെ കൊടുത്ത 2 ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ അതിൽ ഒരുപാട് കമൻറ്റ് എനിക്ക് മെസ്സേജ് വന്നിരുന്നു, അപ്പോൾ ഒന്നും കൂടി വിശദീകരിച്ച് തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് അൺഅക്കാദമിയിലും അടുത്ത മാസം നടക്കുന്ന പോലീസ് കോൺസ്റ്റബിൾ, അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് ഗ്രേഡ് എന്നീ പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ക്രാഷ് കോഴ്സ് 30 ഡേയ്സ് ക്രാഷ് കോഴ്സ് സൗജന്യമായി ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. പ്ലേ സ്റ്റോറിൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ അത് ഓപ്പൺ ചെയ്ത് ഫേസ്ബുക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ജിമെയിൽ ID ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് അത് ഓപ്പൺ ചെയ്ത ശേഷം റംഷാദ് CT എന്ന് പറയുന്ന, അപ്പോൾ റംഷാദ് CT എന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ എൻ്റെ പ്രൊഫൈൽ ലഭിക്കുകയും നിങ്ങൾക്ക് ആ ക്ലാസ്സുകളെല്ലാം സൗജന്യമായി തന്നെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ അത് മാക്സിമം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. ആ ഒരു അവസരം, ആ ഒരു ക്ലാസ്സുകളെല്ലാം നിങ്ങൾ ഉപയോഗപ്പെടുത്തി നിങ്ങൾ മാക്സിമം സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ആ 2 ക്വസ്റ്റ്യൻസ് ഇന്ന് നോക്കാം. മൈ നെയിം ഈസ് റംഷാദ്, വെൽക്കം ടു മൈ PSC വീഡിയോ ട്യൂട്ടോറിയൽ. ക്വസ്റ്റ്യൻസ് ഇതാണ്. ക്വസ്റ്റ്യൻസ് നോക്കാം നമുക്ക്. ക്വസ്റ്റ്യൻസ് എന്താണ്? 2 ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. The ratio of income of A and B is 2:3. The sum of their expenditure is ₹8,000 and the amount of savings of A is equal to the amount of expenditure of B. What is their ratio of sum of income and their sum of savings? അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഇവിടെ ചില കാര്യങ്ങൾ നമുക്ക് ചില എമൗണ്ടുകൾ തന്നിട്ടുണ്ട്. നമുക്കത് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് വിശദീകരിച്ച് നമുക്ക് മനസ്സിലാക്കിയിട്ട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. എങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഇനി വരുന്ന ക്വസ്റ്റ്യൻസൊക്കെ ശരിക്കും ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ A എന്നും B എന്നും പറയുന്ന 2 ആളുകളുണ്ട്. 2 ആളുകളുടെ റേഷ്യോ എന്ന് പറയുന്നത് 2:3 ആണ്. 2:3 ആണ് അവരുടെ റേഷ്യോ. അവരുടെ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 2 ആളുകളുടെയും ടോട്ടൽ എക്സ്പെൻഡിച്ചർ, എയുടെയും ബിയുടെയും ചിലവെന്ന് പറയുന്നത് ₹8,000 ആണ്. 8,000 രൂപയാണ് അവരുടെ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ വേറെന്ന് പറഞ്ഞിട്ട് എയുടെ എന്താ പറഞ്ഞത്, ദി എമൗണ്ട് ഓഫ് സേവിങ്സ് ഓഫ് എയുടെ സേവിങ്സ് എന്ന് പറയുന്നതാണ്. ഇപ്പോൾ എനിക്ക് 1000 രൂപ വരുമാനമുണ്ട്, 1000 രൂപ വരുമാനമുണ്ട്, ഒരു 600 രൂപ എൻ്റെ എക്സ്പെൻഡിച്ചറാണ്. അതിനുശേഷം 1000 രൂപയിൽ നിന്നും 600 രൂപ കുറച്ച് കഴിഞ്ഞാൽ വരുന്ന എമൗണ്ടാണ് സേവിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ 400 രൂപയാണ് എൻ്റെ സേവിങ്സ് എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് സേവിങ്സ് എന്ന് പറയുന്ന 1000 ID കിട്ടിയല്ലോ. 1000 രൂപയിൽ നിന്നും 600 രൂപ, 1000 രൂപ എൻ്റെ ഇൻകമാണ്, അതിൽ നിന്നും 600 രൂപ പോയപ്പോൾ ബാക്കി 400 രൂപയാണ് സേവിങ്സ്. അതുപോലെ എയുടെ സേവിങ്സിന് തുല്യമാണ് ഏതാണ്, ബിയുടെ എക്സ്പെൻഡിച്ചർ. എയുടെ സേവിങ്സിന് തുല്യമാണ് ബിയുടെ ചെലവ്. അപ്പോൾ മനസ്സിലാക്കാം. അങ്ങനെയെങ്കിൽ അവരുടെ റേഷ്യോ, ഇൻകവും അവരുടെ സേവിങ്സും തമ്മിലുള്ള റേഷ്യോ എന്തെന്ന് ചോദിച്ചുള്ളത്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യേണ്ടത്, നമുക്കിവിടെ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇൻകം ഓഫ് A ആൻഡ് B. ഇൻകം ഓഫ് A ആൻഡ് B എന്ന് പറയുന്നത് എന്താണ്? നമുക്കിവിടെ തന്നിട്ടുണ്ട് അവരുടെ റേഷ്യോ 2:3 എന്ന് പറഞ്ഞ് നിങ്ങൾ കാര്യം ചെയ്യണം. ഇത്തരം ക്വസ്റ്റ്യൻസൊക്കെ ഫസ്റ്റ് നോട്ട് ചെയ്ത് നോക്കാം. നോട്ട് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് ശ്രമിച്ച് നോക്കാം. എങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത ശേഷം ബാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് മെത്തേഡിലാണ്, നിങ്ങൾക്ക് ഞാൻ പറയുന്ന മെത്തേഡാണോ അത് വേറെ ഏതെങ്കിലും മെത്തേഡാണെങ്കിൽ, നിങ്ങൾ വേറെ മെത്തേഡാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. എങ്കിൽ മറ്റുള്ള സുഹൃത്തുക്കൾക്കും അത് ഉപകാരപ്പെടുമോ.
അപ്പോൾ അവരുടെ ഇൻകം ഓഫ് എ ആൻഡ് ബി എന്ന് പറയുന്നവരുടെ ഇൻകം എന്താണ്? നമുക്ക് 2:3 2i അതുപോലെ 3i എന്നെടുക്കാം. 2i 3i ആണ് അവരുടെ എന്താ പറയുക ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ ഇൻകം ഓഫ് എ 2:3 എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് i എന്ന് പറയുന്ന അത് കൂട്ടിച്ചേർത്ത്. അപ്പോൾ 2i 3i ആണ് അവരുടെ ഇൻകം. എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് എന്താണ്? എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കൊടുക്കാം? എ ഇ എന്നും എ ബി എന്നും കൊടുക്കാം. എ ഇ എന്നും ബി ഇ എന്നും. എയുടെ എക്സ്പെൻഡിച്ചർ എന്നും ബിയുടെ എക്സ്പെൻഡിച്ചർ എന്നും നമുക്ക് ഇവിടെ മനസ്സിലാക്കാം. ഇവിടെ എന്താണ്? രണ്ടാളുടെയും ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് എത്രയാണ്? എ ഇ പ്ലസ് ബി ഇ എന്ന് പറയുന്നത് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. എത്രയാണ്? 8000 രൂപ എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ. ഇനി നമുക്ക് പറഞ്ഞിട്ടുണ്ട് എയുടെ സേവിങ്സിന് തുല്യമാണ്. എയുടെ സേവിങ്സിന് ഈക്വൽ ദ എമൗണ്ട് ഓഫ് സേവിങ്സ് ഓഫ് എ ഈസ് ഈക്വൽ ടു ദ എമൗണ്ട് ഓഫ് എക്സ്പെൻഡിച്ചർ ഓഫ് ബി. എയുടെ സേവിങ്സിന് തുല്യമാണ് ബിയുടെ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ 2i എന്ന് പറയുന്നത് നമുക്കിവിടെ എയുടെ ഇൻകമാണ് 2i മൈനസ് എയുടെ എക്സ്പെൻഡിച്ചർ. സേവിങ്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? സേവിങ്സ് ഇൻകം മൈനസ് എക്സ്പെൻഡിച്ചർ ആണ് സേവിങ്സ്. അപ്പോൾ 2i മൈനസ് എ ഇ. എയുടെ 2i എന്ന് പറയുന്നത് എന്താണ്? എയുടെ ഇൻകമാണ്. എ ഇ എന്ന് പറയുന്നത് എയുടെ എക്സ്പെൻഡിച്ചറും. അപ്പോൾ 2i മൈനസ് എ ഇ എന്ന് പറയുന്നത് എത്രയാണ്? ബിയുടെ എക്സ്പെൻഡിച്ചർ. ഓക്കെ. ബിയുടെ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് എയുടെ സേവിങ്സിന് തുല്യമാണ് എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു 8000 എന്ന് പറയുന്നത് എങ്ങനെ വരും? എ എന്ന് പറയുന്നത് എയുടെ എക്സ്പെൻഡിച്ചർ പ്ലസ് 2i മൈനസ് എ ഇ എന്നല്ല വരിക. ഈ ബിക്ക് തുല്യമാണ്. ബിയുടെ എക്സ്പെൻഡിച്ചറിന് തുല്യമാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് മടുപ്പ് തോന്നരുത്, കാരണം അത് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എയുടെ ഈ സേവിങ്സിന് തുല്യമാണ് ബിയുടെ ഈ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ ഇവിടെ എ ഇ പ്ലസ് ബി ഇ എന്ന് പറയുന്നത് 8000. അപ്പോൾ ബിക്ക് പകരം നമുക്ക് 2i മൈനസ് എ ഇ എന്ന് കൊടുക്കാം. അതാണ് 8000 എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം? ഇവിടെ എയും ഈ പ്ലസ് എയും മൈനസ് എയും പോയി അവിടെ 0 ആയി. ഇപ്പോൾ 2i എന്ന് പറയുന്നത് 8000 ആണ്. അപ്പോൾ i എന്ന് പറയുന്നത് എത്രയായിരിക്കും? 8000 ഡിവൈഡ് ബൈ 2 അത് എത്രയാണ്? 4000 രൂപയാണ്. അപ്പോൾ i എന്ന് പറയുന്നത് 4000 ആണ്. ഇനി നമുക്ക് നോക്കാം ഇവിടെ അവരുടെ ഇൻകം, ടോട്ടൽ ഇൻകം ഓഫ് എ ആൻഡ് ബി എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഒരു ഐൻ്റെ വാല്യൂ കിട്ടി. മൊത്തം ഇവിടെ എത്രയാണ്? 2 + 5 ആണ്. അപ്പോൾ 5i ആണ്. 5i എന്ന് പറയുമ്പോൾ 5 ഇൻറ്റു i എത്രയാണ്? 4000. അത് എത്ര കിട്ടുന്നത്? 20000. അപ്പോൾ ഈ ടോട്ടൽ അവരുടെ ഇൻകം എന്ന് പറയുന്നത് എത്രയാണ്? 20000 രൂപയാണ് നമുക്ക് കിട്ടി. ഇനി ടോട്ടൽ സേവിങ്സ് ഓഫ് എ ആൻഡ് ബി. ഈ സേവിങ്സ് എയുടെയും ബിയുടെയും സേവിങ്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? അവരുടെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ, ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് ചെയ്താൽ ടോട്ടൽ സേവിങ്സ് കിട്ടും. അപ്പോൾ 20000ന് 8000 ആണ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ. അത് പോയി കഴിഞ്ഞാൽ ബാക്കി 12000. ഓക്കെ 12000 അത് കിട്ടുന്നത് എത്രയാണ്? അപ്പോൾ അവരുടെ റേഷ്യോ ഒന്ന് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ 20000:12000 എന്ന് പറയുമ്പോൾ അവിടെ വരുന്നത് 5:3. അപ്പോൾ 5:3 ആണ് ഇവിടുത്തെ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. സേവിങ്സും അതുപോലെ അവരുടെ ഇൻകവും സേവിങ്സും തമ്മിലുള്ള എന്താ പറയുക റേഷ്യോ എന്ന് പറയുന്നത് 5:3 ആണ്. ഇതുപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഇഫ് ₹300 is divided among P, Q and R in such a way that Q gets ₹30 more than P and R gets ₹60 more than Q, then find the ratio of the proportion. എന്താണ്? 300 രൂപ 3 ആളുകളുണ്ട്. പി ക്യു ആർ എന്ന് പറയുന്ന 3 ആളുകളുണ്ട്. ആ 3 ആളുകൾക്കും അവർ വീതിച്ചു കൊടുത്തപ്പോൾ എന്താ കിട്ടിയത്? ആറിന് ക്യൂ ഗെറ്റ്സ് 30 more than പി. പിയേക്കാൾ എന്തിട്ട് 30 രൂപ അധികം കിട്ടി ക്യൂവിന്. അതുപോലെ എന്താണ് വേറെ കിട്ടിയത്? ആറിന് 60 രൂപ അധികം കിട്ടി, ക്യൂവിനേക്കാൾ 60 രൂപ കിട്ടി. അങ്ങനെയെങ്കിൽ അവരുടെ റേഷ്യോ എത്രയാണെന്നാണ് ചോദ്യം. ഇത് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം എന്താണ് ചെയ്യേണ്ടത്. ഇവിടെ പി ക്യു ആർ 3 ആളുകളുള്ളത്. പി ക്യു ആർ എന്ന് പറയുന്ന 3 ആളുകളുള്ളത്. ആ 3 ആളുകൾക്ക് ഇവിടെ കൊടുത്തത് എത്രയാണ്? 300 രൂപയാണ്. പി പ്ലസ്
ക്യൂ പ്ലസ് 6 കൊടുത്തത് ഇവിടെ 3000 കൊടുത്തത് 300 രൂപയാണ് കൊടുത്തത്. ഇനി നമുക്ക് ക്യൂക്ക് എങ്ങനെ കിട്ടിയത്? ക്യൂക്ക് കിട്ടിയത് പി പ്ലസ് 30 കിട്ടിയത്. ഓക്കെ, ആറിന് കിട്ടിയതോ? ആറിന് കിട്ടിയത് പി പ്ലസ് 30 പ്ലസ് 60. ക്യൂ എന്ന് പറയുന്നത് പി പ്ലസ് 30 ആണ്. അതുപോലെ ആറിന് കിട്ടിയത് പി പ്ലസ് ക്യൂവിനേക്കാൾ 60 കിട്ടിയാൽ ക്യൂ എന്ന് പറയുന്നത് എത്രയാണ്? പി പ്ലസ് 30 ആണ്, പ്ലസ് 60 കിട്ടി. ഇനി നമുക്ക് നോക്കാം ഇവിടെ ഇവിടെ എന്താണ് നമുക്ക് കിട്ടിയത്? ഇനി നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം. ഇവിടെ ഒന്ന് പി, ക്യൂ എന്ന് പറയുന്നത് എത്രയാണ്? പി പ്ലസ് 30. നമുക്ക് വീണ്ടും ആർ എന്ന് പറയുന്നത് എങ്ങനെയാണ്? പി പ്ലസ് 30 പ്ലസ് 60, അതാണ് 300. ഇനി നമുക്ക് നോക്കാം എത്ര പി ഉണ്ട്? 3 പി ഉണ്ട്. 1 2 3 പി ഉണ്ട്. 3 പി പ്ലസ് എമൗണ്ട് എത്രയാണ്? 30 60 120. 120 സീക്വൽ ടു എത്രയാണ്? 300. അതാണ് 300. അപ്പോൾ ഇവിടെ 3 പി പ്ലസ് 120 ആണ് 300. അപ്പോൾ 3 പി കാണാൻ എന്താ ചെയ്യേണ്ടത്? 3 പി ആണ്. 300 മൈനസ് 120 ആണ് 3 പി. അത് എത്രയാണ്? 3 പി എന്ന് പറയുന്നത് 180 ആണ്. പി കാണാൻ എന്താ ചെയ്യുക? 150 ആയിരിക്കണം. 3 ചെയ്യുക, അത് എത്രയാണ്? 60. പി 60 കിട്ടിയാൽ നമുക്ക് സുഖമല്ലേ? പി 60 കിട്ടിയാൽ പി എന്ന് പറയുന്നത് ക്യൂ എന്ന് പറയുന്നത് പിയേക്കാൾ 30 കൂടുതലാണ്. ആർ എന്ന് പറയുന്നത് പിയേക്കാൾ എത്രയാണ്? 90 കൂടുതലാണ്. അപ്പോൾ ഇവിടെ കിട്ടുന്നത് പിക്ക് കിട്ടുന്നത് 60, ക്യൂക്ക് കിട്ടുന്നത് 90, ആറിന് കിട്ടുന്നത് എത്രയാണ്? 150. അപ്പോൾ നമുക്ക് ഈ റേഷ്യോ 2:3:5 എന്ന് കിട്ടും. അപ്പോൾ 2:3:5 ആണ് അതിൻ്റെ റേഷ്യോ. അപ്പോൾ നിങ്ങൾ നോക്കുക, ഈ ഇത്തരം ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾക്ക് മാക്സിമം കളക്ട് ചെയ്യാം. നമ്മൾ ചെയ്യേണ്ടത് ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് തീർച്ചയായും അതിൽ ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാമിനൊക്കെ ഇത്തരം ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നല്ല നാളേക്ക് വേണ്ടി ഇന്ന് തന്നെ നമുക്ക് പരിശ്രമം തുടരാം. അപ്പോൾ നിങ്ങൾ ഇനി മുതൽ നമുക്ക് ക്ലാസ്സുകൾ ഡെയിലി അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോട് കൂടി ബെല്ലൈക്കണും എനേബിൾ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.